നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കാലവർഷം ശക്തമാകുന്നു. തെക്കൻ ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട്. സ്ഥലം വാങ്ങിയിട്ട് മിനി സ്റ്റേഡിയം ഉയർന്നില്ല. കൊല്ലം മയ്യനാട്ട് മിനി സ്റ്റേഡിയത്തിനായി സ്ഥലം വാങ്ങിയിട്ട് 30 വർഷം. മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രഖ്യാപിച്ചെങ്കിലും സ്റ്റേഡിയം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. നിരോധിത പുകയില ഉൽപ്പന്നവുമായി ഒരാൾ പിടിയിൽ. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി ദാമോദരനാണ് പിടിയിലായത്. 302 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സ്വകാര്യ ബസ് കണ്ടക്ടറിൽ നിന്നും MDMAയും കഞ്ചാവും പിടികൂടി. കായംകുളം പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന രാഖി ബസിലെ കണ്ടക്ടർ സുജിത്തിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി എത്തിച്ചതാകാമെന്ന് എക്സൈസ്. വിശദമായ വാർത്തകളിലേക്ക്. മയ്യനാട് പഞ്ചായത്ത് കളിസ്ഥലം നിർമ്മിക്കാനായി സ്ഥലം വാങ്ങിയിട്ടും നിർമ്മാണത്തിന് നടപടിയില്ല. മയ്യനാട് കാവടി വയലിലാണ് 30 വർഷം മുൻപ് സ്ഥലം വാങ്ങിയത്. മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രഖ്യാപിച്ചെങ്കിലും സ്റ്റേഡിയം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പാണ് കളിസ്ഥലം നിർമ്മിക്കുന്നതിനായി മയ്യനാട് ഗ്രാമപഞ്ചായത്ത് കാവടി വയലിൽ ഭൂമി വാങ്ങിയത്. ഈ സ്ഥലത്ത് മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും മിനി സ്റ്റേഡിയം നിർമ്മിക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഈ ഒരു കളിസ്ഥലം നമുക്ക് എപ്പോഴായാലും ഒരു അത്യാവശ്യമാണ്. പഞ്ചായത്തിന്റെ പേരിലായാലും നമ്മളൊരു സ്ഥലത്തൊരു സ്റ്റേഡിയമോ കളിസ്ഥലമോ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കളിക്കാനും ഒരു എന്റർടൈൻമെന്റ് ആവും. അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾ വേറുള്ള പ്രവൃത്തിയിലോട്ടും കഞ്ചാവിന്റെ അടിമയിലോട്ടും വേറുള്ള പ്രവൃത്തികളിലോട്ടൊക്കെ പിള്ളേർ കിടക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ അതിൻ്റെതായ രീതിയിൽ കളിസ്ഥലമാക്കി ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പിള്ളേർ പോകും. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് പിള്ളേർ വഴിതെറ്റി പോകുന്നതും ഓരോരോ പ്രവൃത്തികളിൽ ചെന്നപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാവുന്നതും. വേനൽക്കാലത്ത് ഫുട്ബോൾ ടൂർണമെന്റുകൾ ഇവിടെ നടക്കാറുണ്ട്. മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറും. ഓട നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴുകി പോകാറില്ല. മിനി സ്റ്റേഡിയം അപാകതകൾ പരിഹരിച്ച് നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാലവർഷം ശക്തമാകുന്നു. തെക്കൻ ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച 5 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. ഞായറാഴ്ച 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ചൊവ്വാഴ്ച 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല നടത്തി. ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി UP ക്ലാസുകളിലെ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. കായംകുളം ഗവൺമെന്റ് UP സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കുട്ടികളിലെ അഭിരുചി കണ്ടെത്തി സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ എത്ര പച്ചരി എടുക്കണം, എത്ര ഉഴുന്നെടുക്കണം എന്നൊക്കെ അമ്മയൊക്കെ ചെയ്യത്തില്ലേ? അത് കൃത്യമായ അളവിലല്ലെങ്കിൽ എന്തായി മാറും? അത് വേറൊരു രൂപം മാറും അല്ലേ? ചിലപ്പോൾ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല.
കൃത്യമായ അളവിൽ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നം ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൃത്യമായ അളവിലും സുഖത്തിലും എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയൂ. ആ തരത്തിൽ നിങ്ങൾ ഈ വ്യത്യസ്തമായ അഭിരുചിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യതയും സൂക്ഷ്മതയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാനും ഈ സംവിധാനങ്ങൾ കൂടെ കഴിയും. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി UP ക്ലാസുകളിലെ കുട്ടികൾക്കായി നടപ്പാക്കുന്ന ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രഥമാധ്യാപകൻ VS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷാഹിദ N സ്വാഗതം പറഞ്ഞു. BPC ബിന്ദുമോൾ V പദ്ധതി വിശദീകരിച്ചു. ക്ലസ്റ്റർ കോർഡിനേറ്റർ രാജലക്ഷ്മി K നന്ദി അർപ്പിച്ചു. 37 വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. പല ഗ്രൂപ്പുകളിലായി വിദ്യാർത്ഥികളെ തിരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പല ആകൃതിയിലുള്ള മേശകൾ നിർമ്മിക്കുക വഴി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ശില്പശാലയിലൂടെ വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള ജീവിത നൈപുണികളും തൊഴിൽ നൈപുണികളും ആർജിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ പോലീസ് പിടിയിൽ. മൈനാഗപ്പള്ളി ശാസ്താംകോട്ട സ്വദേശികളാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഇരുവരും ബുധനാഴ്ച രാത്രി കരുനാഗപ്പള്ളി ബാറിന് സമീപം വെച്ച് എറണാകുളം സ്വദേശിയായ ജൻസീറുമായി വാക്കുതർക്കമുണ്ടാകുകയും തുടർന്ന് ആക്രമിക്കുകയുമായിരുന്നു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. മൈനാഗപ്പള്ളി പള്ളിയുടെ താഴെ വീട്ടിൽ ഷാഫി, ശാസ്താംകോട്ട പറമ്പൻതയ്യത്ത് തെക്കതിൽ അല്ലമീൻ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഇരുവരും ബുധനാഴ്ച രാത്രി കരുനാഗപ്പള്ളി ബാറിന് സമീപം എറണാകുളം സ്വദേശിയായ ജൻസീറുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് ആക്രമിക്കുകയുമായിരുന്നു. പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷമീർ, CPO-മാരായ ഹാഷിം, പ്രശാന്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നിരോധിത പുകയില ഉൽപ്പന്നവുമായി ഒരാൾ പിടിയിലായി. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി ദാമോദരനാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 11 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 302 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ആദിനാട് ശ്രീലക്ഷ്മി വീട്ടിൽ ദാമോദരനാണ് നിരോധിത പുകയില ഉൽപ്പന്നവുമായി കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയ്ക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാത്രി ദാമോദരന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 11 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 302 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കുൾപ്പെടെ വിതരണം നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്വകാര്യ ബസ് കണ്ടക്ടറിൽ നിന്നും MDMA-യും കഞ്ചാവും പിടികൂടി. കായംകുളം പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന രാഖി ബസിലെ കണ്ടക്ടർ സുജിത്തിൽ നിന്നുമാണ് MDMA-യും കഞ്ചാവും പിടികൂടിയത്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി എത്തിച്ചതാകാമെന്ന് എക്സൈസ് പറഞ്ഞു. കായംകുളം പന്തളം റൂട്ടിലോടുന്ന രാഖി ബസിലെ കണ്ടക്ടർ വള്ളികുന്നം താളിരാടി സുജാഭവനത്തിൽ സുജിത്തിനെയാണ് എക്സൈസ് പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് 3 പൊതി MDMA-യും 1 പൊതി കഞ്ചാവുമാണ് കണ്ടെടുത്തത്. 1 ഗ്രാമിനടുത്ത് MDMA ഉണ്ടായിരുന്നതായാണ് സൂചന. KP റോഡിൽ രണ്ടാംകുറ്റി ജംഗ്ഷന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറും മാവേലിക്കര എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറും ചേർന്നാണ് പരിശോധന നടത്തിയത്. കായംകുളം പന്തളം റൂട്ടിൽ ഓടുന്ന രാഖി എന്ന പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ സുജിത്തിനെയാണ് 1 ഗ്രാം MDMA 4 ഗ്രാം കഞ്ചാവായി പിടികൂടിയിരിക്കുന്നത്. നടപടികൾ പൂർത്തിയായി ഇനി കായംകുളം എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി ഉയർന്നു റോഡിൽ മുരിക്കുംകുടി ജംഗ്ഷനിലാണ് പിടികൂടിയത്. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസ് പാർട്ടിയും മാവേലിക്കര സർക്കിൾ ഓഫീസ് പാർട്ടിയും റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സുജിത്തിനെ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്താലും അറിയാൻ പറ്റും. അതിലൊക്കെ ആയിരിക്കും പരിശോധിച്ച് നോക്കിയാലും അറിയാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, കായംകുളം. കനത്ത മഴയിൽ തകർന്ന വീട്ടിൽ നിന്നും ഗ്രഹനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുനലൂരിലാണ് സംഭവം. ഇന്ന് ഇവിടെ തന്നെ കിടക്കുന്നത്. ഇന്നലെ ചേച്ചി വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചേച്ചിയുടെ മക്കൾ കൂടെ അപ്പുറത്ത് വീട്ടിലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഇവിടെ തന്നെ കിടന്നിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അകത്ത് കിടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു 12:30 മണി സമയത്ത് എന്തോ സൗണ്ട് കേട്ട് വെളിയിൽ അകത്തെ മുറിയിലോട്ട് കയറിയപ്പോഴാണ് ഇത് മൊത്തത്തിൽ ഇടിഞ്ഞ് വീണത്. കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ നാശം വിതയ്ക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി പെയ്ത മഴയിൽ പുനലൂർ പകിടിയിൽ ചരുള വീട്ടിൽ കുമാർ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് വീട് തകരുന്നത്.
ശബ്ദം കേട്ടുണർന്ന കുമാർ തൊട്ടടുത്ത റൂമിലേക്ക് ഓടിക്കയറുമ്പോഴേക്കും കിടന്നുറങ്ങിയ ഹാളിന്റെ മേൽക്കുര പൂർണ്ണമായും തകർന്നു വീണു കഴിഞ്ഞിരുന്നു. കട്ടില് പോയി, മറ്റേ ഡൈനിങ് ടേബിള്, മറ്റേ ടി വി സ്റ്റാൻഡ്, ടി വി, പിന്നെ സീറ്റെല്ലാം കംപ്ലീറ്റ് പോയി, മേൽക്കൂരെല്ലാം പോയി കംപ്ലീറ്റ് കിടന്ന കട്ടിലും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ വെളിയിലിരിക്കുകയായിരുന്നു. ഭാര്യയും 2 കുട്ടികളും തൊട്ടടുത്ത ബന്ധുവീട്ടിലായതുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. കൂലിപ്പണിക്കാരനായ കുമാറിന്റെ വീട് തകർന്നതോടെ എവിടെ അന്തിയുറങ്ങണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ് ഒരു കുടുംബം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അഷ്ടമുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ടിൽ നിന്നും 2460 കോടി രൂപ നിക്ഷേപിച്ച് 973 സ്കൂൾ കെട്ടിടങ്ങൾ അനുമതി നൽകിയതിൽ 548 കെട്ടിടങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ വിദ്യാർത്ഥികളെ ആധുനിക ലോകത്തെ മനുഷ്യരായി വളരാൻ സഹായിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അഷ്ടമുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ടിൽ നിന്ന് 2460 കോടി രൂപ നിക്ഷേപിച്ച 973 സ്കൂൾ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയതിൽ 548 കെട്ടിടങ്ങൾ പൂർത്തിയായതായും മന്ത്രി പറഞ്ഞു. ഹൈടെക് ക്ലാസ് മുറികൾ, AI പരിശീലനം, റോബോട്ടിക്സ് ലാബുകൾ തുടങ്ങിയവയിലൂടെ പഠനരീതികൾ കാലാനുസൃതമായി മാറിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഒരു ശതാബ്ദക്കാലം ഈ നാടിന്റെ വിദ്യാഭ്യാസപരമായ ആത്മാവായ അഷ്ടമുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയൊരു കാൽവയ്പിൽ ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുവാനായി എനിക്ക് സന്തോഷമുണ്ട്. അഷ്ടമുടിയിലെ ഈ സ്കൂൾ 100 വർഷത്തിലേറെ നാളുകളായി വിദ്യാഭ്യാസത്തിന്റെ നാടിന്റെ പുരോഗതിയുടെയും പ്രതീകമായി നിലകൊള്ളുകയാണ്. നിരവധി തലമുറകൾ ലക്ഷ്യവും ജ്ഞാനവുമായ പ്രകാശം പകരുന്ന ഈ സ്ഥാപനത്തിന്റെ വികസന ചരിത്രത്തിൽ ഇന്ന് മറ്റൊരു പൊൻതൂവൽ ചേരുകയാണ്. കേരള സർക്കാരിന്റെ അടിസ്ഥാന വികസന ഫണ്ടിൽ നിന്നുള്ള 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പുതിയ പൊതുദിന കെട്ടിടം മെച്ചപ്പെട്ട പഠന സാഹചര്യങ്ങൾ, അതുപോലെ സുരക്ഷിതത്വം, സ്വപ്നങ്ങൾ വളരുവാനുള്ള കൂടുതൽ വിസ്തൃതമായ ലോകം എന്നിങ്ങനെയുള്ള വിവിധതരം പ്രതീക്ഷകളെ ജീവിതമാക്കാനുള്ള ഒരു കാഴ്ചപ്പാട് എം മുകേഷ് MLA അധ്യക്ഷത വഹിച്ചു. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് നിൽക്കുന്നത്. കാരണം കൊല്ലം മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയത്തിൽ തൊടുന്ന ഒരു വികസനം ആണ് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 9 കൊല്ലക്കാലമായി 9 കൊല്ലത്തിന് മുമ്പ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം B ജയന്തി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R രതീഷ്, PTA വൈസ് പ്രസിഡന്റ് മുരളി നാരായണൻ, പ്രഥമാധ്യാപകൻ AM ഷഫീഖ, പ്രിൻസിപ്പൽ A പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ഓച്ചിറയിൽ സ്വീകരണം നൽകി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആശമാരുടെ സമരം പിണറായി വിജയൻ കണ്ണു തുറന്ന് കാണണമെന്നും ഇടത് സഹയാത്രികരായിരുന്ന ബഹുഭൂരിപക്ഷം ആശമാരെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചെങ്കിൽ അതിന് ഉത്തരവാദി പിണറായി വിജയനാണെന്നും CR മഹേഷ് MLA പറഞ്ഞു. ദുഃഖദുരിതങ്ങൾ എത്രയുണ്ടേലും കഷ്ടപ്പെടുന്നവരൊന്നാണ്. അടിമപ്പണിക്കിനി ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ്. മസ്തളം ചെങ്ങിലെത്തുമ്പോൾ കുഴലുമായി. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്കാണ് ഓച്ചിറയിൽ സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് അവിടെ ഇപ്പോൾ കുറേ സാംസ്കാരിക നായകന്മാരൊക്കെ അവിടെ രംഗത്തുണ്ട്. ഈ സാംസ്കാരിക നായകന്മാരൊക്കെ ഇതുവരെയും മാളത്തിലായിരുന്നു. കേരളത്തെ ബാധിക്കുന്ന ഒരു പൊതുവിഷയത്തിലും ഇടപെടാത്ത സാംസ്കാരിക നായകന്മാർ, ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഇപ്പോൾ അവിടെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുവാനും അവരെ തടവി തലോടി പട്ടും വളയും വാങ്ങിക്കുവാനുള്ള ഒരു പ്രവർത്തനം നിലമ്പൂരിൽ നടക്കുക. ന്യായമായ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ 123 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരുടെ സമരം പിണറായി വിജയൻ കണ്ണു തുറന്ന് കാണണമെന്ന് CR മഹേഷ് MLA അഭിപ്രായപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർക്ക് ജീവിക്കാൻ ആവശ്യമായ നിലയിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന സമരം സർക്കാർ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ച സമരയാത്രയ്ക്ക് വിവിധ സംഘടനകൾ ഓച്ചിറയിൽ സ്വീകരണം നൽകിയത്.
സ്വാഗത സംഘം ചെയർമാൻ BS വിനോദ് അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഓണറേറിയം തരണമെന്നും ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആര് സമരം നടത്തുന്നു എന്ന് നോക്കിയല്ല. ആര് സമരം നടത്തിയാലും ന്യായമായ സമരമാണെങ്കിൽ ആ ന്യായമായ സമരത്തിൽ കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. KC രാജൻ, R രാജശേഖരൻ, ബിനി സുദർശനൻ, ട്വിങ്കിൾ പ്രഭാകരൻ, MS ഷൗക്കത്ത്, അബ്ദുൽ സലാം മൗലവി, അബ്ബ മോഹൻ, LK ശ്രീദേവി, ബിന്ദു ജയൻ, അൻസാറെ മലബാർ, യു ഉല്ലാസ്, മീര സജി, ബേബി ആലപ്പാട്, വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. കാലവർഷം ശക്തമാകുന്നു. തെക്കൻ ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട്. സ്ഥലം വാങ്ങിയിട്ട് മിനി സ്റ്റേഡിയം ഉയർന്നില്ല. കൊല്ലം മയ്യനാട്ട് മിനി സ്റ്റേഡിയത്തിനായി സ്ഥലം വാങ്ങിയിട്ട് 30 വർഷം. മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രഖ്യാപിച്ചെങ്കിലും സ്റ്റേഡിയം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. നിരോധിത പുകയില ഉൽപ്പന്നവുമായി ഒരാൾ പിടിയിൽ. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി ദാമോദരനാണ് പിടിയിലായത്. 302 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സ്വകാര്യ ബസ് കണ്ടക്ടറിൽ നിന്നും MDMAയും കഞ്ചാവും പിടികൂടി. കായംകുളം പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന രാഖി ബസിലെ കണ്ടക്ടർ സുജിത്തിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി എത്തിച്ചതാകാമെന്ന് എക്സൈസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.